എന്താണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ്? എങ്ങനെയാണ് അത് ഡെൻ്റൽ ബ്രിഡ്ജിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളത്? അതായത് ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കൊരു പല്ല് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ വേരിന് പകരമായി നമ്മുടെ എല്ലിലോട്ട്, താടി എല്ലിലോട്ട് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു ടൈറ്റാനിയം സ്ക്രൂ ആണ് ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഡെൻ്റൽ ഇംപ്ലാന്റ് പൊതുവെ നമ്മുടെ എല്ലിന് ഉള്ളിൽ ആണ് കിടക്കുന്നത്. അതിൽ ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ വെക്കുന്നതിനായിട്ട് നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഡെൻ്റൽ അബട്ട്മെൻറ്റ്. ഈ അബട്ട്മെൻറ്റ് ഇംപ്ലാന്റിലേക്ക് സ്ക്രൂ ചെയ്താണ് വെക്കുന്നത്. ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് ഉപയോഗിച്ച് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തോ വെക്കുന്നതാണ്. നമ്മളൊരു പല്ല് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ വേരിൻ്റെ ഭാഗത്തുള്ള എല്ലുകൾ അലിഞ്ഞു പോകുന്നതാണ് സാധാരണയായി കാണുന്നത്. പക്ഷേ ഡെൻ്റൽ ഇംപ്ലാന്റുകളുടെ ഉപയോഗത്തോടു കൂടി നമുക്കത് ഒരു പരിധി വരെ തടയാൻ പറ്റുന്നു. അതായത് ഇംപ്ലാന്റുകൾ വെച്ച് നമ്മൾ ക്രൗൺ വെച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് അത് ഇംപ്ലാന്റ് വഴി എല്ലിലോട്ട് പോവുകയും അത് കാരണം ഒരു പരിധി വരെ ഈ എല്ല് അലിയുന്നത് നമുക്ക് തടയാനും പറ്റുന്നു. മറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയ മറ്റ് ഫിക്സഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായ ബ്രിഡ്ജുകളും അതുപോലെ തന്നെ റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആകുന്നു. അതായത് നമ്മൾ റിമൂവബിൾ ആയിട്ടുള്ള ഡെഞ്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അത് ക്ലീൻ ചെയ്യാനും രാത്രി ഊരി മാറ്റി വെക്കുന്നതും അതുപോലെ സംസാരിക്കുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഉപയോഗിക്കുമ്പോഴും അപ്പുറവും ഇപ്പുറവുമുള്ള പല്ലിനെ രാഗിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ ഇതിലൊന്നും വരുന്നില്ല ഡെൻ്റൽ ഇംപ്ലാന്റുകൾ വേറിട്ട് പ്രത്യേകം ഒരു യൂണിറ്റ് ആയിട്ട് നിൽക്കുന്നതിനാൽ വേറൊരു ബുദ്ധിമുട്ടും അത് കാരണം ഉണ്ടാകുന്നില്ല. പക്ഷേ മറ്റ് രണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് കുറച്ച് ചിലവേറിയ ഒരു ട്രീറ്റ്മെൻറ്റ് ആകുന്നു.